ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്താണ് എൻ്റെ മുഖത്ത് ഈ പ്രത്യേക സന്തോഷം എന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്? മറ്റൊന്നല്ലെന്നേ, ഈ ക്ലൈമറ്റിൽ ഈ സൂര്യൻ്റെ ചൂടേറ്റ് നമുക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഈ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണേ. കാരണം ഇതൊന്നുമില്ലാതെ കണ്ണും മൂക്കും മാത്രം പുറത്ത് കാണിച്ച് ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൈവിട്ട് ഒന്ന് സ്പീഡിൽ നടന്ന ഐസിൽ തന്നെ വീഴുമെന്ന് പേടിച്ച് പമ്മി ഇതേ റോട്ടിൽ കൂടെ നടന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അതേന്നേ, ഞങ്ങളുടെ കഴിഞ്ഞ വിൻ്റർ സീസൺ. അതിനെല്ലാം ശേഷമാണ് ഞങ്ങൾ ഈ സമ്മർ ഇപ്പോൾ അടിച്ചു പൊളിക്കുന്നത്. എന്തായാലും ഈ ചാടിത്തുള്ളി ആടി തിമർത്ത് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്കിന്നൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നേ, അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്, അത് നിങ്ങൾ ബൈ മിസ്റ്റേക്കിൽ തെറ്റി ബുക്ക് ചെയ്തതാണ്, നിങ്ങൾ മാറ്റി ബുക്ക് ചെയ്ത് വേറൊരു ദിവസം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ തന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തായാലും ഞങ്ങളെല്ലാവരും പുറത്ത് വന്നതല്ലേ, അപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ തന്നെ ഹോസ്പിറ്റലിലുള്ള ഒരു കഫേയിൽ നമ്മൾ കോഫി കുടിക്കാൻ പോയി. 3 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ കോഫി ഏരിയയിലേക്ക് ഒന്ന് കാലുകുത്തുന്നത് കേട്ടോ. കാരണം ഞാനൊരു കാപ്പി ചായ ലവറൊന്നല്ല കേട്ടോ. പിന്നെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കൂടുമ്പം ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നുള്ള സൗമ്യയുടെ സജഷനിലാണ് ഞങ്ങൾ ഈ കോഫി ഏരിയയിലേക്ക് വന്നത്. ഹോട്ട് ചോക്ലേറ്റ് ആട്ടോ സൗമ്യ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അതെനിക്ക് ഇഷ്ടപ്പെടും എന്നാണ് അവളുടെ ഒരു ധാരണ. എനിവേ, നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ബില്ലടയ്ക്കുന്നു, ഒരു ചായ എന്ന് പറയുമ്പോൾ നമ്മളിരിക്കുന്ന ടേബിളിലേക്ക് ചായ ഒന്നും കൊണ്ടുത്തരാൻ ഇവിടെ ആരുമില്ല. നമ്മൾ തന്നെ കപ്പെടുക്കണം, നമ്മൾ തന്നെ മെഷീനിൽ പ്രസ് ചെയ്ത്, നമ്മൾ തന്നെ പാലൊക്കെ എടുത്ത്, നമ്മൾ തന്നെ പഞ്ചസാര ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ച് നമ്മൾ തന്നെ ചായ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ തന്നെ കപ്പ് ഒക്കെ പൊക്കി പിടിച്ച് നമ്മളിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ ഇരുന്ന് ആസ്വദിച്ച് കുടിക്കണം. നാട്ടിലത്തെ പൈസയുടെ ഇരട്ടി പൈസയും നമ്മൾ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും. നമ്മൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നു, അത്രയാണ് എനിക്ക് മനസ്സിലായത്. അതൊക്കെ പോട്ടെ, കൂട്ടുകാരുടെ കൂടെ ആകുമ്പം എന്തും നമുക്ക് ഓക്കെ അല്ലേ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ടെന്ന് ഞങ്ങൾ അന്ന് ആദ്യമായിട്ടാട്ടോ മനസ്സിലാക്കിയത്. സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാഫുമാരും ബ്രേക്ക് ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്ത് വന്നിരുന്ന് അവർ അടിച്ച് പൊളിക്കുന്നുണ്ട്. ഫുഡൊക്കെ അവിടെ ഇരുന്നാണ് അവർ കഴിക്കുന്നത്. നല്ല സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചാ വിഷയം എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനൽ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും എന്നോട് സഹകരിച്ചു. പിന്നെ ഈ ഹോട്ട് ചോക്ലേറ്റ്, അത് എനിക്ക് എന്തോരം ഇഷ്ടപ്പെട്ടു എന്ന് ഇപ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് പൊട്ടായതുകൊണ്ടാവില്ല, എനിക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ല, അതാണ് കാരണം. അടുത്ത ട്രെയിനിങ്ങും ഒരുമിച്ച് ബുക്ക് ചെയ്യാന്നുള്ള ധാരണയുടെ പേരിൽ ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ചുമ്മാ തങ്ങ് ചിരിച്ചോണം. ജീവിതം പൊളിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.